ചിന്തകളും സ്വപ്നങ്ങളും പൂവണിഞ്ഞ് അത് ആഘോഷമാക്കുന്ന വേദിയാണ് റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Red Carpet. റെഡ് കാർപ്പറ്റിൽ ഇന്നത്തെ നമ്മുടെ അതിഥികൾ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച രണ്ട് അഭിനേതാക്കളാണ്. രണ്ടുപേരെയും നമ്മുടെ റെഡ് കാർപ്പറ്റ് ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം നിരഞ്ജൻ ആൻഡ് ഗൗരി. കൈയടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ എന്റെ ഡാൻസ് നിർത്തി. ഞാൻ ഡാൻസ് കളിച്ച് മടുത്തു. നിങ്ങൾ കളിപ്പിക്കാനാണ് ഞാൻ ഈ പെടാപ്പാടൊക്കെ പെട്ടത്. അപ്പൊ നിങ്ങൾ എന്നെ കൈയടിച്ച് ബ്ലോക്ക് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട്. ഓ അങ്ങനെ, അതുകൊണ്ട് അപ്പൊ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, സുഹൃത്തുക്കളാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ചാറ്റ് സെക്ഷനിലെ ഭാഗമായിട്ട് ഞങ്ങൾ ഒത്തുകൂടാൻ പോകുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല. പക്ഷെ കുറേ വിശേഷങ്ങളുടെ ഇവരുടേതായിട്ടുള്ള അറിയാനുണ്ട്. കാരണം രണ്ടുപേർക്കും പുതിയ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ അടുത്ത് പങ്കുവെക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇരുന്ന് സമാധാനത്തോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. റെഡി? നിരഞ്ജന്റെ കാര്യം പറയട്ടെ. അതായത് പെട്ടെന്ന് ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ഫേസ് ഉള്ള ഒരു നടനാണ്. അതായത് എനിക്ക് തോന്നുന്നു ഒരു അതെ, ഒരു മലയാളത്തിന് പറ്റിയ ഒരു മുഖവും ആ താടിയും ആ മീശയും ആ മുടിയും പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നും. അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തു. അപ്പൊ ഈ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് എന്തൊക്കെ നല്ല അനുഭവങ്ങളാണെങ്കിൽ എന്ത് അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? എനിക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ കിട്ടാം. കാരണം രണ്ടും ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, പക്ഷെ ഒരു പ്രോജക്റ്റിൽ മാത്രമേ പക്ക നെഗറ്റീവായിട്ട് ചെയ്തിട്ടുള്ളൂ. അതില് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരിക്കൽ പുറത്തൊക്കെ പോയ സമയത്ത് എൻ്റെ ഫസ്റ്റ് ആദ്യമായിട്ട് ഒരാൾ നമ്മുടെ ക്യാരക്ടറൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഞാൻ 3 മണി എന്നൊരു സീരിയൽ ചെയ്ത സമയത്ത് അതിൽ രവി എന്ന ക്യാരക്ടർ ഇപ്പോൾ ടൗണിൽ നല്ല ഓണം സമയമാണ്, നല്ല നമ്മുടെ കോട്ടയം ടൗൺ ആണ്, നല്ല തിരക്കുള്ള ടൈമിൽ ഒരാളെ വിളിച്ച് ഹൈ രവിട്ടാന്ന് വിളിച്ച്. അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കൂടുതൽ നാളോടൊക്കെ കണ്ടാടാ നമ്മൾ പോകുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഇങ്ങനെ അതിലെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭാര്യയെ ഭയങ്കര പേടിയാണ്. അപ്പം BP എന്നുള്ളൊരു പേരിട്ടാണ് അയാൾ എന്നോട് സംസാരിച്ചത്. അപ്പം ഭയങ്കര BP ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് BP എനിക്ക് മനസ്സിലായില്ല. അല്ല ഭാര്യയെ പേടി ഇല്ല, അത് ക്യാരക്ടർ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എടുത്തടിച്ചു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതാണോ അഭിനയം, ഇതാണോ ക്യാരക്ടർ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, ഭാര്യയുടെ വാക്ക് കേട്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ എനിക്കൊരു ഒറ്റ അടിയാണ് തന്നത്. അത്രയും അത് ഞാൻ പറഞ്ഞ ഓണ സമയമാണ്, ടൗണാണ്, കോട്ടയം, ഇത്രയും ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ നിന്ന് ഉരുക. അപ്പൊ എന്റെ അടുത്ത് കൂട്ടുകാരൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ചേട്ടാ അതല്ല. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു ചേട്ടാ ഞാനിത് ഒരാൾ പറഞ്ഞു തരുന്ന സംഭവം എനിക്ക് അറിയില്ല, അല്ല ഇത് മനസ്സിലിരുന്നോണെന്ന് പുള്ളി. അപ്പൊ ഞാനങ്ങ് വിട്ടു. ഞാനന്ന് നിന്നിട്ട് നേരെ നമ്മുടെ KV ആനിലാണ് നമ്മുടെ റൈറ്റർ. അപ്പൊ അനിലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അനിലേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, എനിക്ക് ഞാൻ പരിപാടി നിർത്തുക. അപ്പൊ അന്നങ്ങനെ എല്ലാവരും എന്നെ ഇങ്ങനെ വളഞ്ഞിരുന്ന് ഇങ്ങനെ ഉപദേശിച്ചത് ഇങ്ങനെ ക്യാരക്ടർ ആൾക്കാർ കിട്ടിയുള്ളൂ, ഇനി മടികൾ വരട്ടെ നിന്റെ ക്യാരക്ടർ. അല്ല എനിക്കിപ്പം അതിനുശേഷം പിന്നീട് അവർ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ പോസിറ്റീവായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം കുറച്ചധികം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനുണ്ട്, റൊമാൻറ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനുണ്ട്. അപ്പം അതിനെല്ലാം മലയാളി അമ്മമാരുടെയും ചേച്ചിമാരുടെയും അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു കണ്ണിൽ ഉണ്ണിയായിട്ട് ഇങ്ങനെ ആ കരിയർ നന്നായിട്ട് കൊണ്ടുപോകുന്നു അല്ലെ? തട്ടിമുട്ടിയൊക്കെ പോകുന്നു. അടിപൊളി. ഗൗരിയുടെ ഒരു ട്രാഫിക് എന്ന് പറയുന്ന സിനിമയിലൂടെ ശ്രീനിവാസൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ മകളായിട്ട് വന്നു. അപ്പോൾ ട്രാഫിക്കിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഓഡിഷൻ ത്രൂ ആണോ അതെയോ രാജേഷ് ചേട്ടന് നേരത്തെ പരിചയമുണ്ടോ? ട്രാഫിക്കിൽ വന്നത് ഓഡിഷൻ അങ്ങനെയൊന്നും പറയാനേ പറ്റത്തില്ല. ആക്ച്വലി അതിന്റെ ഇങ്ങനെ പോയപ്പോ അവര് ഒരു കണക്കിന് അത് ശരിയാണ്. എന്താ അതല്ല, അതിലെ റൈറ്റേഴ്സ് സഞ്ജയങ്ങളും ബോബിയങ്ങളും വളരെ ക്ലോസ് ആണ്, ഫാമിലി ഫ്രണ്ട്സ് ആണ്. ലൈക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അവരോട്. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ 8th കുഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെ അതിനകത്തൊരു ക്യാരക്ടർ വന്നു, പൊന്നു ചെയ്യാവോ, ആക്ച്വലി എന്നെ പൊന്നു എന്നാണ് പേര്, പൊന്നു ചെയ്യാം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ഒരാളാണ്, ഭയങ്കര ഇൻട്രോവേർഡാണ് ഞാൻ. ശരി. അപ്പം എന്തായാലും നോക്കാന്നുള്ള ആറ്റിറ്റ്യൂഡിൽ പോയി. രാജേഷ് അങ്കിളും ആയിട്ടും നേരത്തെ അറിയാം, എല്ലാ അച്ഛൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം എനിക്കൊരു സെറ്റിൽ പോകുന്ന ഒരു ഫീൽ എനിക്ക് അവിടെ ഇല്ലായിരുന്നില്ല. അവിടെ ചെന്ന് നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ
ആക്ഷൻ കട്ട് പോലും പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അവിടെ രാജേഷ് അങ്കിള് നിന്നു, എന്നോട് പറഞ്ഞു അവിടെ ദോശ ഇരിപ്പുണ്ട്, നീ അതെടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. ഓക്കെ റെഡി, ദോശ എടുത്തു, ചമ്മന്തി എടുത്തു, കഴിച്ചു. അതൊരു ഓക്കെ ഹാപ്പി. പിന്നെ പറഞ്ഞു അവിടെ നിന്റെ അച്ഛൻ്റെ അടുത്ത് നീ 1 കിലോ ഉള്ളി വാങ്ങിക്കാൻ എങ്ങനെ പറയും, അവിടെ ചെന്നൊന്ന് എത്തിയൊന്ന് നിന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു. ഓക്കെ, ക്യാമറ എവിടെയാന്ന് പോലും എനിക്കറിയില്ല, എനിക്കതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ആക്ച്വലി അതാണ് ട്രാഫിക്. ഞാൻ അവിടെ ചെന്ന് നിന്നു, ആദ്യം ഇങ്ങനെ പറഞ്ഞു ഇല്ല എത്തി പറ, അവിടെയല്ലേ അച്ഛൻ. അപ്പം ഞാൻ പറഞ്ഞു ഓ ശരി, എന്നാൽ ഞാൻ എത്തി പറഞ്ഞു. ഓക്കെ, അതൊക്കെ വരുമ്പോഴാണ് ഓക്കെ കറക്റ്റ്. അതായിരുന്നു ട്രാഫിക്. ക്യാമറ ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് അറിയാതെ കോൺഷ്യസ് ആവുന്നത്, ചെറിയ പ്രായമല്ല, ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ എടുത്തതാണ് ട്രാഫിക്. പിന്നെ അന്ന് അങ്കിള് പറഞ്ഞൊരു വാക്ക് മാത്രമേ എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്, അഭിനയിക്കേണ്ട, ബിഹേവ് ചെയ്താൽ മതി. അത് മാത്രമേ എനിക്ക് പറഞ്ഞു. അല്ലാതെ എനിക്ക് ഒരു അതിന്റെ ഇൻഡെപ്ത് ആയിട്ട് ഇന്നിപ്പോൾ അറിയാവുന്ന പോലെ ഒന്നും അറിയത്തില്ല. നിരഞ്ജൻ എങ്ങനെയാണ് റിയൽ ലൈഫിൽ? നിരഞ്ജന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്? നമ്മൾ ഈ സീരിയലിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര പേഷ്യൻസ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന, വളരെ സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവൊക്കെ പോലെ തന്നെയാണോ റിയൽ ലൈഫിൽ? അതേ കുറച്ച് കുനിഷ്ടും കുന്നായ്മയും കുരുത്തക്കേടൊക്കെ ഉണ്ടോ? ആ ചോദ്യം വൈഫിനോടല്ലേ ചോദിക്കണ്ടേ? അത് ഞാൻ പറയാൻ പറ്റുമായിരുന്നു. അല്ല, ഞാൻ നോർമലി എല്ലാവരുടെ അടുത്തും കമ്പനി ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ എന്തു വന്നാലും നമ്മളിപ്പം ഒരു സ്ക്രീനിൽ കാണുന്ന ആളാവില്ല നമ്മുടെ പേഴ്സണൽ ലൈഫിൽ. എനിക്ക് ഈ റീസെൻ്റ്ലിയും എനിക്ക് എനിക്കൊരു ഇപ്പം നേരത്തെ പറഞ്ഞ എനിക്കൊരു മെസ്സേജ് സംഭവം വന്നിട്ട്, ഞാൻ നേരത്തെ ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് ഹർഷൻ എന്ന്. അപ്പം പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞ എനിക്ക് വേണ്ടി മാത്രം ഇൻസ്റ്റയിലൊരു അക്കൗണ്ട് ഞാൻ നോക്കി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മാത്രമേ പുള്ളിക്കാരി ഫോളോ ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജാണ്, എനിക്ക് ഹർഷേട്ടൻ്റെ ആ ഒരു ഡയലോഗ് എനിക്ക് വേണ്ടി സപ്തതി എന്നുള്ളത് മാറ്റി എൻ്റെ പേര് വിളിച്ചിട്ടൊന്ന് പറയാമോ, മീൻസ് അറ്റ്ലീസ്റ്റ് ഭാര്യയ്ക്ക് അറിയാം ഗോപി കൊടുക്കുന്നതിനകത്ത് കുറച്ചൊരു മീൻസ് എനിക്ക് സ്നേഹമൊന്നും വേണം, എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്കൊന്ന് റൊമാൻറ്റിക് ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട്. അപ്പം ഈ രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി കല്യാണം കഴിഞ്ഞ ക്യാരക്ടറാണത്. ഞാൻ ഒരിക്കലും അപ്പൊ അങ്ങനെ ഒരു റൊമാൻറ്റിക് ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും നമുക്കതങ്ങോട്ട് ചിലപ്പം ഇപ്പൊ നമ്മൾ റിയൽ ലൈഫിൽ അത് തന്നെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നേരത്തെ പറഞ്ഞ പോലെ ഭാര്യ തരേണ്ടി. അത് മാത്രല്ല, ഇപ്പൊ റിയൽ ലൈഫിൽ റൊമാൻറ്റിക് ആണെങ്കിലും നമുക്കത് വേറെ ആൾക്കാർക്ക് നമുക്കത് പറ്റില്ല. അതൊരു വലിയ സംഭവം. നമുക്കിപ്പോ നമ്മുടെ ഒരു ലൈഫ് ഉണ്ട്, നമ്മൾ അതിനകത്തായിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ചിലപ്പോ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് വേറെ ആൾക്കാരൊക്കെ ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇപ്പോഴും പെൺകുട്ടികൾ ഇത്രയും കുറച്ചുനാളും അസത്യം ആ ഒരു അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്താണ് ലൈഫ്. പിന്നെ ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ്, ചേട്ടൻ ഇങ്ങനെ കല്യാണം എന്നൊക്കെ അറിഞ്ഞു, കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞു, ലൈഫായി എന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ ഇപ്പോഴും ചേട്ടന് വേണ്ടി ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. പക്ഷെ ഞാൻ കാത്തിരിപ്പെന്നുള്ളതിന്റെ പേരിൽ ഒരിക്കലും ഗോപികയെ വിഷമിപ്പിക്കരുത്. അപ്പൊ ഞാൻ പറയടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പം വൈഫാണെങ്കിലും പറയും എന്നെ ഉണ്ണിയേട്ടാന്നുള്ളത്. അപ്പം ഉണ്ണിയേട്ടാ ഒരു കാര്യം ചെയ്യും, പുള്ളിക്കാരിക്ക് പ്രോപ്പറായിട്ട് മെസ്സേജ് കൊടുക്കുക. ഇപ്പം ഇങ്ങനൊരു സംഭവം വന്നതിൻ്റെ പേരിൽ മെസ്സേജ് കൊടുക്കാതിരിക്കുന്ന വിചാരിക്കും നിങ്ങൾക്ക് ജാടയാണെന്ന് വിചാരിക്കും. ഞാൻ പറയും എനിക്കറിയത്തില്ല എന്താ അപ്പം അപ്പോൾ ഒരു കാര്യം ഇന്ന സാധനങ്ങൾ പറ എന്ന് വെച്ചാൽ ആളെ വെറുപ്പിക്കണ്ട ഒരു രീതിയിൽ. അപ്പം എന്നിട്ട് അവള് പറഞ്ഞു തരുന്ന സാധനം ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചേട്ടാ ഗോപികയെ ഒരിക്കലും വിഷമിപ്പിക്കരുത്, ഞാനിവിടെ ചേട്ടൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞ റെസ്പെക്ട് ചെയ്യുന്നു, ആ ഒരു സ്നേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഇന്ന് കരുതി നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും മീൻസ് പല പെമ്പിള്ളേരും ഈ സൗന്ദര്യം ഒരു ശാപമായി എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഈ താടി മൂയി മീശയൊക്കെ വെട്ടിക്കളാം. അപ്പൊ പിന്നെ ആള് തിരിച്ചെടുത്തില്ല. ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരിക്കൽ ഞാനിങ്ങനെ ഇതേപോലെ തന്നെ ഒരു വീഡിയോ എന്തോ സാധനം എടുത്തിട്ട് ചേട്ടാ താടി പഠിക്കണ്ടായിരുന്നു, ചേട്ടൻ താടി ഉള്ളതാണ് ചേട്ടാ പ്രേമിക്കാൻ സുഖം എന്നൊക്കെ പറഞ്ഞ് നമ്മള് പിന്നെ അതിലങ്ങ് വീണു. ഇല്ല അങ്ങ് ഗൗരി സത്യങ്ങൾ ഇങ്ങനെ പറയരുത്. അല്ല പക്ഷെ നമ്മൾ ഒരു പരിധി വരെ നമ്മളിങ്ങനെ ആൾക്കാരോട് പറയും ഇങ്ങനെ സംഭവമാണ്, ഇങ്ങനത്തെ കുറെ ഒരു ഇഷ്യൂസിലേക്കൊക്കെ. പക്ഷെ എന്തായാലും ഇതേപോലുള്ള കുറെ ആരാധികമാർ എന്നും ഉണ്ടാവട്ടെ ഈ കരിയറിൽ, ചുറ്റും ഇങ്ങനെ കുറെ ഗോപികമാർ ഉണ്ടാവട്ടെ. നമുക്ക് എന്താ പറയാ ഒരു ഗെയിം സെക്ഷനിലേക്ക് പോയാലോ? എങ്ങനെ ചൂണ്ടയിടാൻ പോകാറുണ്ടോ? പോയിട്ടുണ്ട്. ഗൗരിയോ? പക്ഷെ സത്യം പറയല്ല, ഞാൻ ഇട്ടിട്ട് ഇതുവരെ ഒരു കുഞ്ഞ് മീനെ പോലെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇടാറുണ്ട്. ഇന്ന് കൊളുത്തും ആണല്ലേ? ചൂണ്ടയിട്ട് നമ്മള് ഒരു മീനെ പിടിക്കും. ആയിക്കോട്ടെ, എനിക്ക് ചൂണ്ടിടാൻ അറിയത്തില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഒരു വെല്ലുവിളി പറഞ്ഞവരുടെ മുന്നിലായിട്ട് നമ്മൾ ഇതങ്ങ് ഈ ഗെയിം അങ്ങ് ആര് ചോദിച്ചാലും ഈ ഗെയിം തീർന്നു. ഓക്കെ,
അപ്പൊ ഇതിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് അറിയണം. സമ്മാനമുണ്ട്, പണിഷ്മെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. Punishment ഉണ്ടോ? റെഡിയല്ലേ? അപ്പൊ ഞാൻ കുറെ ഏറ്റുവാങ്ങും. എന്തായാലും ഇവരുടെ ചൂണ്ടയിടൽ ഗെയിമിലേക്ക് നമുക്ക് ഇവർ രണ്ടുപേരും കൂട്ടിക്കൊണ്ടുപോകാം. റെഡി? പ്രോപ്പർട്ടീസ് വരട്ടെ. അപ്പൊ ഇവർ രണ്ടുപേരും നല്ല മിടുക്കനും മിടുക്കിയായിട്ട് ഗെയിം കളിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇത് കണ്ടോ, കുറച്ച് പ്രോപ്പർട്ടീസ് വെച്ചിരിക്കുന്നത്. ഓക്കെ. അതിൽ നിന്ന് നമ്മൾ ഈ മാഗ്നറ്റ് വെച്ച് അട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോപ്പർട്ടീസ് മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. അത് ഇവിടെ ഈ വട്ടത്തിൽ നിൽക്കണം. എന്നിട്ട് ഞാൻ തരും, ചൂണ്ടയുടെ സംഭവം പ്രോപ്പർട്ടി തരും. ഒറ്റ കാലിൽ നിന്നിട്ട് അത് ഇങ്ങനെ എടുക്കും. ഓഹോ, പണി തരുന്നത് ഈ വഴിക്കാണല്ലേ? സിമ്പിൾ ഗെയിം അല്ലേ? ഭയങ്കര സിമ്പിൾ ആയി പോയല്ലോ. അപ്പൊ ഈ അങ്ങനെ ഒറ്റക്കാലിൽ നിന്നിട്ട് നിങ്ങൾ ഓരോരോ സാധനങ്ങൾ എടുത്തിട്ട് ഇവിടേക്ക് പ്ലേസ് ചെയ്യണം. അത് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ടൈം ഉണ്ടോ? ടൈം ഉണ്ട്. അതായത് ഒരാൾക്ക് 1 മിനിറ്റ് ആണ് സമയം. ഒരു മിനിറ്റ് കൊണ്ട് 1 മാക്സിമം മിനിറ്റിൽ കളക്ട് എത്ര ചെയ്യാൻ സംഭവങ്ങൾ പറ്റുന്നത്. എന്തൊക്കെ ചെയ്യണു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ചൂണ്ട. അല്ലേ? ആദ്യം ആര് കളിക്കും? ചേട്ടൻ കളിച്ചോ? ഗൗരി. അതെ, ആദ്യം നമ്മുടെ ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. അപ്പൊ റെഡി? 1 2 3 ആൻഡ് മ്യൂസിക്. ഇവിടെ എന്തൊക്കെ നടക്കുമോ എന്തോ. ഇതങ്ങ് പോകുന്നില്ലല്ലോ ഈശ്വര. ഈ കാല് പൊക്ക്. കാല് പൊക്കാൻ വേണല്ലേ? ആ, കിട്ടി. യെസ്. അപ്പൊ ഒരു കീ ഇട്ടിരിക്കുകയാണ്. ഇനി അടുത്തത് കുട്ടിക്ക് പറ്റുന്നില്ല. പറ്റും. ആ, കിട്ടി. ആ. കിട്ടിയില്ല. Weight കൂടുതലാണ്. ആ, അതുപോലെ തന്നെ അത് തന്നെ. മിടുക്കാൻ. യെസ്, 2 എണ്ണം. ഇനി അടുത്തത്. ഇത് തിരിച്ചു വരാനാണ് പാട്. ശരി. ഇനി പതുക്കെ പോക്കോളൂ. പോരട്ടെ. നട്ടും ബോൾട്ടും ഒക്കെ ഇളകി വരുന്നുണ്ട്. നട്ടും ബോൾട്ടും ഒക്കെ ഇളകി. നിരഞ്ജന്റെ നട്ടും ബോൾട്ടും ഇളകി. ഇനി ശ്രദ്ധിച്ചു നമുക്ക് ഒരു സാധനം കിട്ടും. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും എത്തുന്നില്ല എന്നുള്ളതാണ്. വെരി ഗുഡ്. ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ എവിടെയൊക്കെ എത്തുന്നുണ്ട്. 1 2 3 4. ശ്രമിക്കൂ. ശ്രദ്ധിച്ചിട്ട്. അതിന്റെ അപ്പുറത്ത് വേറൊരു കുഞ്ഞവനുണ്ട്. ആണി കിട്ടി. ഇനി ടൈം കഴിയാറായി. ഏതെങ്കിലും കുഞ്ഞിത് എടുക്കാൻ പറ്റുമെങ്കിൽ വേഗം എടുത്തോളൂ. ഏത്? അതേ കിട്ടി. കിട്ടി. ആണി കിട്ടി. ഇതാണ് ടൈം കഴിഞ്ഞു. ഓക്കെ. അപ്പൊ നിരഞ്ജൻ എടുത്തിരിക്കുന്ന സാധനങ്ങളാണ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. 6 ഐറ്റം ഉണ്ട്. ഞാൻ ഒരു 6 എണ്ണം ഉണ്ട്. ഇതെന്താണ്? ആക്സോ ബ്ലേഡ്, ബോൾട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ബോൾട്ട്, ഒരാണി, 2 ആണി, താക്കോൽ എടുക്കാതരുണോദയം. ഇതെന്താ? സ്റ്റേപ്ലർ പിൻ. ഓക്കെ. അപ്പൊ ഇത്തരം സാധനങ്ങളാണ് കുട്ടി എടുത്തിരിക്കുന്നത്. ഒരു 6 ഐറ്റം. വെരി ഗുഡ്. ഇനി നമുക്ക് ഗൗരി 6-ൽ കൂടുതൽ എടുക്കുമോ, എന്തൊക്കെ സാധനങ്ങൾ എടുക്കും എന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയത്തിൽ അറിയാൻ പറ്റും. റെഡി? കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അതന്നെ. അയ്യോ, ഇത് ഓൾറെഡി കിട്ടിയില്ലേ? വെരി ഗുഡ്. ഇനി അടുത്തത്. പോരട്ടെ. കിട്ടും. അതന്നെ. കിട്ടി. യെസ്, വെരി ഗുഡ്. ഞാൻ ചൂണ്ടിട്ടിട്ട് വീഴാത്ത സാധനമായിരുന്നു. അതെ. പോ. അതന്നെ. കിട്ടി. അത് കിട്ടും. അവനെ കിട്ടി. അത് കുഴപ്പമില്ല. പൈസ 2 രൂപ. യെസ്. താക്കോൽ. അയ്യോ. വീണ്ടും താക്കോൽ കിട്ടി. ഞാൻ റെഡി ആയിട്ടാ. അതന്നെ. പതുക്കെ. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗൗരി വളരെ ബുദ്ധിപരമായി കളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. ആ ബുദ്ധി നിരഞ്ജന് വന്നില്ല. വീണ്ടും അടുത്ത പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഇനി അതന്നെ. ഇന്ന് ആടുകയാണ് കുട്ടി. ഇന്ന് ആടുവാ ഞാൻ. ഇവനോട് ആരെങ്ങനെ നമ്മുടെ സമയം കഴിയാറായി. അതന്നെ. ആ ബോൾട്ട്. ഞാൻ തുല്ല് നടക്കൂല. ടൈം ഔട്ട്. അപ്പൊ നമുക്ക് നോക്കാം. 1 2 3 4 5 6. സംഭവം 6 തന്നെ ഉണ്ട് 2 പേർക്ക്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഈ എടുത്ത പ്രോപ്പർട്ടീസിന് ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് വെച്ചിട്ടാണ് നിങ്ങൾ ആരാണ് ജയിക്കാൻ തോക്കാതെ അറിയണേ. ഓക്കെ. അപ്പൊ ആക്സോ ബ്ലേഡ് ഇത് പിടിച്ചേ.
രണ്ടുപേരും എടുത്തല്ലോ. അതിന്റെ പോയിന്റ് 40 അപ്പൊ രണ്ടുപേർക്കും 40 കിട്ടി. സ്റ്റേപ്ലർ പിന്നെ നിരഞ്ജൻ എടുത്തു, അതിന് 15. 40ഉം 15 കേട്ടോ, 40ഉം 15. പിന്നെ നട്ട് എടുത്തു, നട്ട് നിരഞ്ജൻ എടുത്തു, അതിന് 25. ബോൾട്ട് എടുത്തു അതിന് 30. പിന്നെ എന്താണ് നിരഞ്ജൻ എടുത്തത്? ആണിയല്ലേ എടുത്തത്? ആണി 2 എണ്ണം 12 എണ്ണം. ഇല്ല, 2 ആണി എടുത്തു. 12. ഒരാണിക്ക് 12 വെച്ച്. കീ എടുത്തു, കീക്ക് 5. 114 പോയിന്റ്. 114 പോയിന്റ് നിരഞ്ജന്. ഇനി ഗൗരിക്ക് ആക്സോ ബ്ലേഡ് വീണ്ടും 40. പിന്നെ 2 ആണി 12. പിന്നെ നമ്മുടെ കോയിൻ 5. പിന്നെ അതിന് ഇച്ചിരി ഇത് കൂടുതൽ വേണം. ലോക്കല്ല, കീക്ക് 5. എന്നെ എല്ലാം കുറഞ്ഞ ഈ സാധനം ഇതിന് 10. 25. അപ്പൊ ടോട്ടൽ എത്രയായി? 99. സന്തോഷായില്ലേ? എനിക്ക് ചൂണ്ടിടാൻ അറിയത്തില്ലെന്നാരും പറയത്തില്ലല്ലോ. 114 പോയിന്റോട് കൂടി ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് ചൂണ്ടയിടാൻ അറിയില്ല എന്ന് ലോകം കളിയാക്കിയ ആ മഹാനായ തള്ളിക്കളഞ്ഞ ആ മഹാനായ നിരഞ്ജനാണ്. ഈ ആത്മാഭിമാനത്തോടെ കോട്ടയത്തേക്ക് ഈ ചൂണ്ടയും പിടിച്ച് നടന്നു പോവാം. ഓക്കെ, അപ്പൊ അങ്ങനെ ജയിച്ചിരിക്കുകയാണ്. ഞാനൊരു അടിപൊളി സമ്മാനം എടുക്കുന്നുണ്ട്. നമ്മുടെ നിരഞ്ജനുള്ള സമ്മാനം ഞാൻ കൊടുക്കാൻ പോവാണ്. ഇത് നിരഞ്ജന് മാത്രമല്ല, കുഞ്ഞൂട്ടനും കൂടി ഉള്ള സമ്മാനമാണ്. ഇനി നമുക്ക് ഗൗരിക്കുള്ള പണിഷ്മെന്റ് കൊടുക്കണ്ടേ? ഗൗരിക്കുള്ള പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഗൗരിക്ക് വലിയ പണിഷ്മെന്റ് ഒന്നും അല്ല. കാരണം ഇത്രയും അഭിനയം ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് നമ്മളൊരു ക്യാരക്ടർ പറയും, ആ ക്യാരക്ടറായിട്ട് ഒരു മിനിറ്റ് ഒന്ന് അഭിനയിക്കണം. ഒരു മീൻകാരി, അതായത് കോട്ടയത്തോ ട്രിവാൻഡ്രത്തോ എവിടെയെങ്കിലും ചന്തയിൽ മീൻ വെക്കുന്ന ഒരു മീൻകാരി. ആ മീൻകാരിയുടെ അടുത്തുനിന്ന് മീൻ വാങ്ങിക്കാൻ ആൾക്കാർ വരുന്നു. ചിലവർ വന്നിട്ട് പൈസ കുറച്ച് വില പേശുന്നു. അങ്ങനെ പല സിറ്റുവേഷൻസും. അതെങ്ങനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാം. ഞങ്ങൾ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചോദിച്ചും പറഞ്ഞൊക്കെ. ഓക്കെ, മത്തി ചാള ചേട്ടന് വേണോ? അതെ, അവിടെ മാറിയിരുന്നു മീൻ മടി കയറിയിരുന്നാണോ നിങ്ങൾ മീൻ വാങ്ങിക്കുന്നത്? എനിക്ക് അതിന്റെ പേരറിയത്തില്ല ചേച്ചി. ഇതെന്ത് മീനാ ചേച്ചി? ഇത് കുട്ടിക്ക് വേണ്ട മീ വാ. ആദ്യം എന്നെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ എടുത്തോ, നിങ്ങൾ എന്നിട്ട് കാശ് എന്നിട്ട് പൊക്കോ. എനിക്ക് വേറെ കുട്ടിയെ വിളിക്കാൻ പാടില്ല. ചേച്ചി മീനിന്റെ റേറ്റ് പറ. ഇതിന് 450 കിലോ. 450 കിലോയ്ക്കാ? ചേച്ചി എന്ത് വർത്താനാണ് പറയണത്? എന്റെ മോനെ, നിങ്ങൾ കോട്ടയത്തൊക്കെ പോയിട്ടുണ്ടോ? മീൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ടോ? ആ കിലോ ഒക്കെ പോയിട്ട് അവിടെ ചാട്ടൊക്കെ നോക്ക്. 450 മിനിമം ആണ്. മനസ്സിലായല്ലോ ഉത്തരവാദിത്തം. അല്ല ചേച്ചി, ഒരു സംശയം ചോദിക്കട്ടെ, ഇത് പെടക്കണ മീനല്ലല്ലോ, ഇത് ഒരു 2 ദിവസം മുമ്പ് ചത്ത മീനാന്ന് തോന്നുന്നു. 2 ദിവസം ലോക്ക്ഡൌൺ വന്നപ്പോ പിന്നെ അതിന്റെ ഒരു ചെറിയ ചേച്ചി വേണം. ഇല്ലെങ്കിൽ 2 എണ്ണിട്ട് പൊക്കം ഇടുന്നു. അല്ല ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇയാളാണ് ശരിയല്ല കേട്ടോ. ഇയാൾ അടുത്ത ചോദിക്കാം, നിങ്ങൾ ചോദിക്കാം എന്താന്ന് വെച്ചാ. ചേച്ചി ഏത് കോളേജിലാ പഠിച്ചേ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനോ? നീ മീൻ മേടിക്കാൻ വന്നാണോ ചേച്ചി വളയ്ക്കാൻ വന്നാണോ? ഇയാൾക്ക് ഒരു ചാളെടുത്ത് കൊടുത്ത് വേഗം പറഞ്ഞു പിടിക്കാം. പൈസ വേണ്ട, ഒന്നും വേണ്ട, പൊക്കോ. ഈ മീൻ എന്താ വില ചേച്ചി? അതിന് കിലോ 120. കിലോ 120. അപ്പൊ ഇതിന് മാത്രം 450 രൂപ പറഞ്ഞു. എനിക്ക് ഇത് 120, 40 രൂപയുടെ മീനുള്ളൂ. നിങ്ങക്ക് ഞാൻ മീൻ തരണില്ല, പൊക്കോ. ചേച്ചി എന്ത് വർത്തമാനാ ചേച്ചി പറയുന്നത്? ഒരു മനുഷ്യത്വം വേണ്ടേ? പൈസ ഒക്കെ വെറുതെ ഞങ്ങൾക്ക്. പിന്നെ മനുഷ്യത്വം കൊണ്ട് ഞാൻ പുഴുങ്ങി തിന്നോ? ഞാൻ ശല്യായിരുന്ന? ഞാനിരുന്ന് മീൻ വെക്കുന്നിടത്ത് നിങ്ങൾ വന്നിട്ട് ഇപ്പൊ ഞാൻ ശല്യായിരുന്ന? ചേച്ചി ഒരു മയത്തിലൊക്കെ പൈസ പറ, ഞങ്ങൾ മേടിച്ച് കുടുംബത്തിൽ പോട്ടെ. അല്ല ചേച്ചി ഒന്ന് പറഞ്ഞ. ഇതാണെങ്കിൽ മോക്ക് ഞാൻ 120 രൂപയ്ക്ക് തരും. ഇവനാണെങ്കിൽ ഞാൻ 450 കുറഞ്ഞു കൊടുക്കൂല. ഇവ ശരിയല്ലേ? കുട്ടി പോകുമ്പോ സൂക്ഷിച്ചോളൂ കേട്ടോ. ഇവൻ അത്ര ശരിയായിട്ട് എനിക്ക് തോന്നണില്ല. കുട്ടിക്ക് തോന്നുന്നുണ്ടോ കുട്ടി ഞാൻ അങ്ങനെ ഒരു മോശക്കാരനാണ്? അല്ലെ, കുട്ടി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ എവിടെ നമ്മൾ കണ്ടിട്ട് എവിടെ കണ്ടു? ഞാൻ അതെങ്ങനെ ആലോചിക്കുന്നത്. ഞാൻ ചേച്ചി ഇത് പാക്ക് ചെയ്ത് 40 രൂപയ്ക്ക് പാക്ക് ചെയ്യും. 40 കുട്ടി 50 രൂപ. ആ ശരി, കിലോ 50 രൂപയ്ക്ക് പാക്ക് ചെയ്യ്.
ഇത് വറക്കാനാണോ കറി വെക്കാനാണോ നല്ലത്? വറുക്കാൻ അല്ലെങ്കിൽ ചേച്ചിക്ക് പൊള്ളിക്കാൻ. എങ്ങനെ അറിയാം? ചേച്ചി മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കുക, ചേച്ചി എങ്ങനെ മീൻ വെക്കാനാണോ കറി വെക്കാനാണോ അറിയുന്നത്? എന്താണ് ചേച്ചി ഇത്? ഒന്നും ഇതുപോലെ ഒരുങ്ങിയിട്ടാണോ? എനിക്ക് ഇച്ചിരി സൗന്ദര്യം കൂടുതലുള്ളതുകൊണ്ട് അതിന്റെ ഒരു അല്ല അതുകൊണ്ട് മറ്റേ എല്ലാരും ഇങ്ങനെ പറഞ്ഞു ഇവിടുന്ന് മീൻ മേടിച്ചോളാൻ പറഞ്ഞായിരുന്നു. ആര് പറഞ്ഞു? നമ്മുടെ ദാസപ്പൻ ചേട്ടനൊക്കെ പറഞ്ഞിരുന്നു. ദാസപ്പച്ചേട്ടൻ പറഞ്ഞാണോ വന്നത്? ദാസപ്പൻ ചേട്ടനെ അറിയോ? ആ, അറിയും. എന്റെ അമ്മാവനാ. ചുമ്മാതാണോ നമ്മള് തമ്മിൽ പരിചയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്? ആന്ന്. ദാസപ്പനോട് ചോദിച്ചാൽ മതി. കല്യാണം കഴിഞ്ഞാണോ? ഇല്ലല്ലേ, ഞാനും കല്യാണം കഴിഞ്ഞിട്ടില്ല, നോക്കുന്നു. എന്നാ നമുക്ക് പോയിട്ട് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് വരാം, മീൻ പിന്നെ മേടിക്കാം. നിങ്ങൾ മീൻ വാങ്ങിക്കാനാണോ തമ്മി പഞ്ചാര അടിക്കാൻ വന്നാണോ? ചേച്ചി ഇവിടെ കാണും ഇങ്ങനെയൊക്കെയല്ല ഒരു പ്രണയം പൊട്ടി വിളിക്കുന്നത്. ഞങ്ങൾക്ക് പ്രണയത്തിന് കാരണം മീൻ. അപ്പൊ ഞങ്ങള് പൊക്കോട്ടെ. ഈ കൊട്ട മീൻ ചേച്ചിക്ക് ഇഷ്ടമുള്ള കാശ് ഞങ്ങൾ തന്നിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ചേച്ചി പൂ അണിയിച്ചു. നമുക്ക് പോയേക്കാം, നമുക്ക് പോവാം. ഹൊയ്യാനെ ഹൊയ്യാനെ ഹൊയ്യാ.